ഈ ഒരു പ്രശ്നം ഇത്രത്തോളം രൂക്ഷമായതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നിനെ കുറിച്ചല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മളെ മീൻ വണ്ടികളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് MVD നിയമം കർശനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്യും, അതായത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, പിന്നെ കർശനമായിട്ടുള്ള ഫൈനുകളും നടപടികളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം കമന്റും അഭിപ്രായപ്പെടുന്നത് വേറൊന്നുമല്ല, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ്. ഇതിപ്പോ ഇവിടുന്ന് ഇപ്പൊ കോഴിക്കോട് നിന്ന് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടി ഒരു ചാവക്കാടോ അല്ലെങ്കിൽ ഒരു കൊടുങ്ങല്ലൂർ എത്തുമ്പോഴത്തേക്ക് ടാങ്ക് ഫുൾ ആവും. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ എന്തായതുകൊണ്ട് ചെയ്യാന്നുള്ളതാണ് പല ഡ്രൈവർ സഹോദരങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇതിപ്പോ പല മാർക്കറ്റുകളിലും പല ഹാർബറുകളിലും നമുക്ക് കയറിയിട്ട് ഇത് വെള്ളം ഒഴിവാക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ആ മാർക്കറ്റുകാർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഹാർബറിലുള്ളവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ഡ്രൈവർമാർ ഇത് എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ കർണാടകയിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ ഞാൻ കണ്ടു, അതിന്റെ ഒരു കമന്റിൽ വന്നൊരു ന്യൂസാണ്. അതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ കണ്ടു, കർണാടകയിലൊക്കെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അവർ എന്നുള്ളതാണ്. അപ്പോൾ ഹാർബറിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ കയറിയിട്ട് അത് ഒഴിവാക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ കേരളത്തിൽ ഇപ്പോ ഒരു കമന്റിൽ വന്ന 2019 മുതൽ എന്തോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ 2026 ഇതുവരെ ഇതിനൊരു സൊല്യൂഷൻ പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 6-7 വർഷമായി. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ വേണം എന്തായാലും. അപ്പൊ ഇതിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ആർക്കാണ് വരുന്നത്? ഡ്രൈവർമാർക്കായിരിക്കും. അവർക്കായിരിക്കും നാട്ടുകാരുടെ അടി കിട്ടാൻ പോകുന്നതും അവരുടെ ലൈസൻസ് ആയിരിക്കും കട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഓണേഴ്സ് അസോസിയേഷൻ ആണ് കാര്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. അവർ ഒരു തീരുമാനത്തിൽ ഉണ്ടാക്കി തരണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഹാർബറുകളിൽ, ഏതെങ്കിലും എന്നല്ല മിക്ക ഹാർബറുകളിലും ഇതിനുള്ള സംവിധാനം വേണം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റുകളിൽ ഇതിനുള്ള സംവിധാനം വേണം. ഇത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത് ഫൈൻ ഇട്ടതുകൊണ്ടോ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പലർക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രശ്നം കാരണം. അപ്പൊ ഇതിനൊരു പരിഹാരം ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇത് പരമാവധി ഇതിന്റെ അധികാരികളിലേക്കും ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഉൾപ്പെടെ നമ്മൾക്ക് എല്ലാവർക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ആളുകളിലേക്ക് എത്തിക്കുക, ഇതിന് പരിഹാരം കണ്ടെത്തുക.